നിങ്ങളോട് സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഞാൻ വലിക്കും. എന്താ കുഞ്ഞി, നിങ്ങൾക്ക് അങ്ങനെ തോന്നും. കാരണം 18 വയസ്സിന് താഴെയുള്ള അന്തം വിട്ട കുട്ടി. എന്റെ 2ാം ക്ലാസ്സിലെ ചെക്കൻ കഴിഞ്ഞ ദിവസമില്ലേ ബീഡി വലിക്കുന്നു. ഏടുന്ന ഒരു ബീഡി കുറ്റി വാങ്ങിയിട്ട് അതും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ഞാൻ ചോദിച്ചടാ, എന്റെ മുമ്പിലായിപ്പോയി എന്റെ പടല്. ഞാൻ ചോദിച്ചു, നീ ബീഡി വലിക്കുന്ന തെറ്റല്ലേ, ആരോഗ്യത്തിന് ഹാനികരല്ലേ? ഓൻ പറയും മമ്മൂട്ടി വലിക്കും, മോഹൻലാൽ വലിക്കും, ഞാൻ കണ്ട ഡോണല്ല മറ്റേ ഡോണാണ്, ഞാനാണ് ശരിക്കുള്ള എന്തെല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഇവൻ ഉപദേശിച്ചത് വല്ല കാര്യമുണ്ടോ? ഉടൻ തന്നെ ഞാൻ എന്റെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ലേ, 2 മക്കളെയും എന്റെ ഭാര്യയും ഞാനും കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആടുള്ള ക്യാൻസർ വാർഡിൽ അങ്ങ് കൊണ്ടുപോയി ഈറ്റള. 2ാം ക്ലാസ്സിലെ കുട്ടിയും 5ാം ക്ലാസ്സിലെ കുട്ടിയും എന്റെ ഭാര്യയും ഞാനും ക്യാൻസർ വാർഡിലേക്ക് പോയിട്ട് അടുത്ത വാർഡനോട് പറഞ്ഞു, ഇന്ന് ബീഡി വെച്ചിട്ടുണ്ട്, എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. വാർഡൻ വളരെ സന്തോഷമായി. ആദ്യമായിട്ടാണ് ഒരുത്ത ഇങ്ങനെ ബീഡി വലിച്ചിട്ട് ക്യാൻസർ വാർഡിലേക്ക്. 1ാമത്തെ ഒരു അമ്മൂമ്മയായിരുന്നു നമ്മളെ സ്വീകരിച്ചത്. വയനാടുള്ള ഒരു അമ്മൂമ്മ, മുറുക്കിയിട്ടും പുകയില വലിച്ചും 2 കവിളും ക്യാൻസർ വന്ന് തുരന്നു പോയൊരു അമ്മൂമ്മ. നമ്മളെ ഈ അമ്മൂമ്മേനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ, അമ്മൂമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അമ്മൂമ്മ ഇവിടെയുള്ള ഈ സാധനം അങ്ങ് മാറ്റിയെടുത്തില്ലേ, ഇവിടെ ഇങ്ങനെ വലിയൊരു ഹോൾസ്, ആ ഹോൾസിന് ചുറ്റും പുഴുക്കൾ ഇങ്ങനെ ഞങ്ങളെ മാടി വിളിക്കുന്നു, വരൂ ബീഡി വലിക്കൂ, എന്നാൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ആവുമെന്ന് പറയുന്ന രീതിയിൽ എന്നെ തോന്നിപ്പിക്കുന്ന ആ അമ്മൂമ്മനെ കുറിച്ച് ഇവരോട് സംസാരിച്ചു. അമ്മമ്മക്ക് സംസാരിക്കണം ഇങ്ങനെ വെക്കണം, കാരണം സംസാരിക്കുമ്പോൾ ഇതിലൂടെ കാറ്റൊഴിഞ്ഞു. അപ്പുറത്തെ ബെഞ്ചിൽ ഒരു പാവപ്പെട്ട ഒരു 60 വയസ്സുകാരനായ ഒരു അപ്പൂപ്പന്റെ ഇവിടെയുള്ള ഒരു മഫ്ലർ പോലത്തെ ഒരു സാധനം ഇട്ട് ആ മഫ്ലറിങ് മാറ്റിയപ്പോ എന്റെ മകൻ കണ്ടത്, ഞാൻ കണ്ടത് ഇവിടെ വലിയൊരു പൊത്തായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു പുഴുക്കളും എല്ലാം. എന്റെ മോൻ പറഞ്ഞു, മതി, എനിക്കിനി കാണണ്ട. ഞാൻ ഇനിയും കാണണം, ഇനിയും ബീഡി വലിക്കണം, വാ എല്ലാരെയും പരിചയപ്പെടണം. അവസാനം ഓരോ ആളുകളെ കാണുമ്പോഴും അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോഴും എന്റെ മോൻ പറഞ്ഞു, ഞാനിത് വലിക്കൂല എന്ന്. അല്ലാണ്ട് ഞാനവനെ ഉപദേശിച്ചിരുന്നുവെങ്കിൽ ഓൻ പറയാ, ഞാൻ എന്താ ഓൻ വലിക്കുന്നുണ്ടല്ലോ, ഇവൻ വലിക്കുന്നുണ്ടല്ലോ, സിനിമയിൽ ഓല് വലിച്ചിട്ടുണ്ടല്ലോ, എന്റെ നേതാവ് വലിക്കുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ പറയും. ഇനി ഓൻ പറയൂല.